അത് കൊള്ളാലോ. എന്നാ പിന്നെ നാളെ തന്നെ നമുക്ക് മണിപ്പൂർക്ക് പോവാം. ഉത്തമേണ്ണ 5000 പടി കയറുകയും ചെയ്യാം. എന്റെ പൊന്നു കൊച്ചേ, ഇതിന്റെ പകുതി സമയം വന്ന് എനിക്ക് ചത്ത് മൂളി ചെല്ലാനായിട്ട്. ഈ 5001 പടിയെ കയറി വരുമ്പോണ്ടല്ല ഞാൻ വല്ല അറ്റാക്കും വന്ന് എത്തും. മാമൻ എന്നെ കൊല കൊടുക്കാൻ കൊണ്ടുപോകണം. ഉത്തമോ, വിശ്വാസങ്ങളെ അവിശ്വസിക്കരുതടാ. എനിക്ക് അങ്ങനെ ഒരു അവിശ്വാസം ഇല്ല. പക്ഷേ ഇപ്പൊ എനിക്ക് പോകാൻ പറ്റില്ല. അതെന്താ എനിക്ക് പറ്റാത്ത? അച്ഛൻ പറഞ്ഞ പോലെ എനിക്ക് ആ മല പോയി കയറിക്കൂടെ? അല്ല, എനിക്ക് ഇപ്പൊ പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. എന്ത് സാഹചര്യം? വിൽപ്പത്രം എഴുതിയിട്ടില്ല ഞാൻ. അതിന് വിൽപ്പത്രം എഴുതാൻ എനിക്ക് എന്ത് തേങ്ങയുള്ളേ? എന്റെ അമ്മ കണ്ടില്ല സ്ഥലം. ആ സ്ഥലത്തിന്റെ വിൽപ്പത്രം എഴുതുന്ന കാര്യം ഞാൻ പറഞ്ഞത്. അതിനെനിക്ക് കുറച്ച് സമയമൊക്കെ വേണം. അത് മാത്രമല്ല, ആ സ്ഥലം ഇവളുടെ പേരിലേക്ക് എഴുതി കൊടുക്കുകയും വേണം. അതിന് ഇച്ചിരി ടൈം എടുക്കും. നീ വന്നേ, മല കയറാനേ. അയ്യോ അച്ഛാ, അച്ഛൻ എപ്പോ തൊട്ടാ വിശ്വാസിയായത്? വലിയ യുക്തിവാദിയായിരുന്നല്ലോ. എന്റെ മോളെ, എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടല്ല, എന്റെ പെങ്ങൾക്ക് ഒരു ആശ്വാസമായിട്ടെന്ന് വിചാരിച്ചാ. അപ്പുണ്ണേട്ടാ, ഉത്തമേണ്ണ കൊടുക്കാനുള്ള ബാക്കി 3 അടി കൊടുക്കണം കേട്ടോ. ആദ്യം കൊടുത്തിരിക്കും. ഉച്ചക്ക് ഊണേനും കൂടെ വന്നോട്ടെ. ഇങ്ങനെയൊക്കെ അവനെങ്കിൽ 2 കൊടുക്കാൻ പറ്റുള്ളേ. ആ ഓണക്കാലായിരുന്നെങ്കിലും ഓണത്തല്ലും കൂടെ സംഘടിപ്പിക്കും. അല്ലെങ്കിൽ വേണ്ട, ഓണത്തല്ലേ ചിലപ്പോൾ അവനെ തോൽപ്പിക്കും. നമുക്ക് ചോറിനാൻ പോവാ. എന്നാ വാ. നീ കുഞ്ഞു പിള്ളേരെ പോലെ തന്നെ വേഗം കഴിക്കടാ. അപ്പൊ തന്നെ 2 കഴിച്ചില്ലേ? അണ്ണാതെ കഴിച്ചു. നീ 3 ആകെ ഉള്ളൂ ഇനി. അമ്മ, ഇത് കരിങ്കോഴിയുടെ മുട്ടയാണോ? അയ്യോ എന്റെ മക്കളെ, ഞാൻ അത് നോക്കിയില്ല. നാളെ അമ്മ നോക്കിട്ട് പറയാം. ഒന്ന് നോക്കി വെച്ചേരി. പാല് വേണം, എനിക്ക് വേറെ വേണോ? ഇത് 2ാമത്തെ ക്ലാസ്സാ. അത് കുഴപ്പമില്ല, ഇവിടെ ഉണ്ടല്ലോ. എടാ ഉത്തമ, കണ്ടോടാ. എടാ, ഒരു കൊച്ചു കുട്ടിയെ കൊണ്ട് നടക്കുന്ന പോലെ അല്ലീടാ എന്റെ പെങ്ങള് നിന്നെ കൊണ്ട് നടക്കുന്നത്. അതൊക്കെ എനിക്ക് മനസ്സിലായി അമ്മാവ. പക്ഷെ ഇതിനുള്ള അർഹത എനിക്ക് ഉണ്ടോന്നോ സംശയം. പക്ഷെ അയ്യോ, അതിനൊരു സംശയം വേണ്ട. എടാ, ഈ തറവാട്ടിലിടുന്ന കോഴിയുടെ മുട്ടയൊക്കെ നിനക്കൂടെ അവകാശപ്പെട്ടതാ. അത് ആമ്പിളേറ്റ് അടിച്ചോ പൊരിച്ചോ പൊടിയോ എങ്ങനെ വെള്ളയിൽ നിന്ന് തട്ടിക്കോ. അയ്യോ, മുട്ടയുടെ കാര്യമല്ല പറഞ്ഞത്. എടാ, ഈ പാല് കൂടെ നിനക്ക് അവകാശപ്പെട്ടാടാ. എന്റെ അമ്മാവ, മുട്ടയുടെയും പാലിന്റെയും കാര്യമല്ല പറഞ്ഞ. പിന്നെ നിങ്ങളുടെയൊക്കെ ഈ സ്നേഹത്തിന്റെ കാര്യം പറഞ്ഞു. കഴിക്കും മക്കളെ. നീ എന്താ ഈ മടിച്ചു ചെയ്യുന്നത്? അമ്മ നമ്മൾ വാച്ചൊക്കെ കിട്ടിയാണ്. നിനക്ക് സമയത്തിന് ഭക്ഷണം തരണ്ടേ? അതിനമ്മ സമയം അറിയാൻ വേണ്ടി കെട്ടിയതാ. ഇത് കണ്ടാ അമ്മാവാ, എന്റെ പെങ്ങളുടെ ഉത്തരവാദിത്തം കണ്ടോടാ. ഉത്തമ, അപ്പച്ചി എല്ലാവരും ഉണ്ട്. മാമനൊക്കെ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എടാ, സന്തോഷമുള്ള ഒരു വാർത്ത കിട്ടിയാ പിന്നെ സന്തോഷം ഇല്ലാണ്ടിരിക്കും ഉത്തമ. അതെന്താണ്? മാമന് വല്ല കല്യാണവും സെറ്റായ? എന്റെ കല്യാണക്കാരൊക്കെ അവിടെ കിടക്കട്ടെ. അതിനേക്കാൾ വലിയ കാര്യമല്ലേ നിന്റെ അസുഖത്തിന്റെ കാര്യം. ഇത് സന്തോഷമുള്ള കാര്യമല്ലല്ലോ മങ്കി, ദുഃഖമുള്ള കാര്യമല്ലേ. നിങ്ങൾക്ക് എന്താ ദുഃഖം? ഉത്തമന്റെ അസുഖം ഭേദമാക്കാൻ പറ്റില്ല എന്നുള്ളതല്ലേ? എന്നാൽ ഉത്തമന്റെ അസുഖം ഭേദമാക്കാൻ പറ്റും. അതിനുള്ളൊരു പോംവഴിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഡൽഹിയിലെ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസസിലെ ഡോക്ടർ പശുപതി, അദ്ദേഹവുമായിട്ടൊരു ചർച്ച നടത്തിയിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഇതപ്പോ ഈ അടുത്ത സമയത്ത് 2 രോഗികളെ ഇതേപോലെ ഉത്തമന്റെ പോലത്തെ അതേ അസുഖമുള്ള 2 പേരെ രക്ഷപ്പെടുത്തി. അപ്പൊ അദ്ദേഹം ഉറപ്പ് തന്നിരിക്കുകയാണ്, ഉത്തമന്റെ അസുഖം ഞാൻ ഭേദമാക്കി തരാം. പിന്നെ അത് വല്ല വ്യാജ ഡോക്ടറായിരിക്കും. വ്യാജ ഡോക്ടർ എങ്ങനെയാവണത്? അതാണ് നല്ല അസല ഡോക്ടറല്ലേ. വെറുതെ ആണോ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസസിലെ ഡോക്ടർ ആവണത്? പക്ഷെ പേര് കേൾക്കുമ്പോ അറിയാം അതൊരു വ്യാജ ഡോക്ടറാണ്. എന്തായാലും നിന്റെ ഡോക്ടർ എന്താ മുത്തുവേൽ പാണ്ഡ്യനല്ലേ? അതെ. അതിനേക്കാൾ നല്ല ഡോക്ടർ പശുപതി കേട്ടോ. അതെ, ഇദ്ദേഹം ആപ്പൂപ്പ ഡോക്ടർ അല്ല, തലച്ചോറ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യണ ആളാ. എന്റെ തലച്ചോറാ? നിന്റെ എന്നുള്ളതല്ല, നിന്നെ പോലെ അസുഖമുള്ള ആരുടെ തലച്ചോറ് അയാൾ മാറ്റിവെക്കും. ഭംഗി, ദൈവം എന്റെ വിളി കേട്ടു. എനിക്കറിയാമായിരുന്നു എന്റെ ദൈവം എന്തെങ്കിലും ഒരിക്കൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. അമ്മ ഇതെന്തറിഞ്ഞിട്ട് വർത്താനം പറയണത്? ഒരു ഡോക്ടർ പശുപതി, ഇതൊന്നും നടപ്പുള്ള കാര്യമല്ലെന്നേ. അങ്ങനെ പറയല്ലോ ഉത്തമ. ഞാൻ പറഞ്ഞല്ലോ, നിന്നെ പോലുള്ള 2 രോഗികളെയാണ് അയാൾ ചികിത്സിച്ച് ഭേദമാക്കിയത്. എത്ര പേരെ? 2 പേരെ. കേട്ടോടാ.
ഇത് വെറുതെ എന്തിനാണ് ഞാൻ ഇങ്ങനെ അങ്ങ് പൊക്കോട്ടെ. വെറുതെ എന്തിനാണ് എന്നെ ചികിത്സിക്കാനായിട്ട് ഈ കാശൊക്കെ മുടക്കേണ്ടത്? ഒരു ആവശ്യമില്ല. കാശിന്റെ കാര്യത്തിലൊന്നും നീ ഇടപെടണ്ട. ഇത് പാർട്ടിയാണ് ഇടപെട്ടിരിക്കുന്നത്. ഡൽഹിയിലുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ പിടിപാടെന്താന്ന് എനിക്കറിയോ? 10 പൈസ ചെലവാക്കണ്ട. കൊണ്ടുപോയി തല അങ്ങോട്ട് കൊടുത്താൽ മതി. ബാക്കി എല്ലാവരും ചെയ്യും. ചികിത്സ കഴിഞ്ഞിട്ട് ചിലപ്പോ പോക്കറ്റ് മണി വരെ തരും. പക്ഷെ ഞാനത് മേടിക്കില്ല. അത് നമുക്ക് മാന്യത കുറവാണ്. ആ മുട്ട തിന്നാനുള്ള ഫ്ലോയും പോയി. കഴിച്ചോ. മുട്ടത്തലയുള്ള ആർക്കും എപ്പോ വേണമെങ്കിലും മുട്ട കഴിക്കാം. പങ്കിമാമ, ഓ, ഇത് ഏത് രീതിയിലുള്ള ചികിത്സ? ഇത് ചെറിയ രീതിയിലൊരു ഓപ്പറേഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു ചികിത്സ. ഓപ്പറേഷനാ? ഓപ്പറേഷൻ ഒന്നും വേണ്ട. ഐ, എനിക്ക് ഓപ്പറേഷൻ വേണ്ട. എടാ, ഓപ്പറേഷൻ എന്ന് പറഞ്ഞ നീ പേടിക്കൊന്നും വേണ്ട. ഈ ഓപ്പറേഷൻ എങ്ങനെയാണെന്നറിയോ? ഇത് നമ്മുടെ തലയോട്ടി ഉണ്ടല്ലോ, നമ്മുടെ തലയോട്ടി. ആ തലയോട്ടി ഒരു മഴു വെച്ച് ഇങ്ങനെ ടക്ക് ടക്ക് 2 സൈഡിൽ 2 തട്ട് കെട്ടിയിട്ട് ആ നെറ്റിത്തടത്തിന്റെ അവിടെ വെച്ചിട്ട് ഇതിട്ട് ഒന്ന് തിക്കും ഈ മഴ വെച്ച്. എന്നിട്ട് ആ ടോപ്പ്, തലയോട്ടിയുടെ ടോപ്പ് ഇങ്ങനെ ഡിക്ക് തുറന്നു വെക്കണ മാതിരി, കാറിന്റെ ഡിക്ക് തുറന്നു വെക്കണ മാതിരി തുറന്നു വെക്കും. എന്നിട്ട് ഗ്ലൗസ് ഇട്ട 2 കൈകൾ കൊണ്ട് ഈ തലച്ചോറ് കൈ ഇട്ട് ഇങ്ങനെ മാന്തി ഇങ്ങോട്ട് എടുക്കും. അങ്ങനെ എടുക്കുമ്പോ കുറെ നാടി നരമ്പുകൾ വയറൊക്കെ തൂങ്ങി കിടക്കണ പോലെ ഇങ്ങനെ ഉണ്ടാവും. അത് കത്രിക വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എല്ലാ കട്ട് ചെയ്ത വയറുകൾക്കും ഇങ്ങനെ ലേബിൾ ഒട്ടിച്ച് നമ്പർ ഇട്ട് വെക്കും. അതെന്തിനാ? അത് ഈ ന്യൂട്രൽ ഫേസ് മാറി പോയിരുന്നല്ലോ, അതിന് വേണ്ടിയിട്ടാ. തിരിച്ചു വെക്കണല്ലോ. എന്നിട്ട് ഈ തലച്ചോറ് അങ്ങനെ തന്നെ എടുത്തിട്ട് നമ്മൾ ഈ പൂപ്പിന് കളയാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ മതിലിന്റെ കളയാൻ വേണ്ടി നമ്മൾ അടിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, പൈപ്പ്, പമ്പ് സെറ്റ്. അത് വെച്ചിങ്ങനെ ഒരൊറ്റ ക്ലീനിങ്ങാ. അപ്പൊ ആദ്യം അതിന്റെ മുകളിലുള്ള രക്തവും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോകും. പിന്നെ അതിനുള്ളിലേക്ക് ഒരു ക്യാമറ ഇങ്ങനെ അങ്ങോട്ട് തള്ളിക്കയറ്റും. അത് ഈ തലച്ചോറിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഓടി നടന്ന് എവിടെയെങ്കിലൊക്കെ ഫംഗസ് ഉണ്ടോ, വേറെ എന്തെങ്കിലും രോഗമുണ്ടോ അങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ വരും, ഇവർക്ക് കൊടുക്കും. അതിനനുസരിച്ച് ഇവരത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്നിങ്ങനെ വാരാൻ വെക്കും ഒരു ചാക്കില്. ചാക്കല്ല, ചാക്ക് പോലത്തെ ഒരു സാധനം. അതൊന്നിങ്ങനെ ഫാനിട്ട് ചെറുതായിട്ടൊന്ന് ഉണക്കാൻ വെക്കും. അത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും അതേപോലെ തന്നെ എടുത്ത് ഈ വയറുകളൊക്കെ കണക്ട് ചെയ്ത് വെച്ച് നോക്കും. ശരിയായില്ലെങ്കിൽ കുറേയും കൂടി ബെറ്റർ ആയിട്ടുള്ള അതിനൊരു ഇത്തിരി കാശ് ചെലവുണ്ട്. നല്ല ബുദ്ധിയുള്ള തലച്ചോറ്, നിന്റെ തലച്ചോറ് പോലത്തതല്ല, നല്ല തലച്ചോറ്, അതായത് നല്ല ബുദ്ധിശേഷിയുള്ള തലച്ചോറ്. അങ്ങനെ ഒരു തലച്ചോറ് നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചത് ഇതേ വയറുകളിൽ കണക്ട് ചെയ്ത് വെക്കും. അപ്പം അതൊരു രോഗം ഭേദമായില്ലേ. പിന്നെ പഴയ പോലെ തന്നെ ടോപ്പ് അടച്ച് സെറ്റ് ചെയ്ത്. അത് ശരിയാവൂല. അതെന്താ ശരിയാവാത്തത്? ഞാൻ ഒരാൾ കൈയിട്ട ചോറും തിന്നാത്ത ആളാ. അപ്പൊ വല്ലവന്റെ തലച്ചോറ് കൊണ്ട് എന്റെ തല വെച്ച് എനിക്ക് അറപ്പാവും. നിന്റെ തലച്ചോറ് നീ കൈയിട്ട് മാന്തി തിന്നണ്ട, അത് ഡോക്ടർ ശരിയാക്കിയോളൂ. അത് ശരിയാവില്ല. എനിക്ക് എന്തുകൊണ്ട് ശരിയാവില്ല? നിനക്ക് അസുഖം മാറണ്ടേ? നീ മരിക്കണത് ഞങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എന്റെ തലച്ചോറ് മാറ്റാൻ പറ്റില്ല. നീ മരിച്ചാൽ കുഴപ്പമില്ല എന്നുള്ളത് നിന്റെ കാര്യം. പക്ഷെ നീ മരിക്കണോന്ന് പറയണത് താങ്ങാൻ പറ്റാത്തൊരു അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ അവരെ കാണണ്ടേ? കുഴപ്പമില്ല ഉത്തമ, നമുക്കൊക്കെ ശരിയാക്കാം. നീ മുട്ട കഴിക്കും മക്കളെ. മുട്ടയൊക്കെ ഞാൻ കഴിക്കാം, പക്ഷെ എനിക്ക് ഓപ്പറേഷൻ വേണ്ട മാമ. ഇനി ഓപ്പറേഷൻ വേണ്ടെന്ന് നീ പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ നിന്റെ തല കണ്ട് കൊതിച്ചിട്ടിരിക്കുക. മഴ വരെ കാച്ചു വെച്ചിരിക്കുക നിന്റെ തല വെട്ടിപ്പൊളിക്കാൻ. കഴിക്കും മക്കളെ. ഞാൻ ഓപ്പറേഷൻ സമ്മതിക്കൂല. എന്റെ പൊന്നു മക്കളെ, നീ അങ്ങ് സമ്മതിക്കേ. അമ്മ ഇത് എന്നാ വർത്തമാനം പറഞ്ഞ? എന്റെ തലയൊക്കെ വെട്ടിപ്പൊളിക്കാന്ന് പറഞ്ഞ? എടാ, തല വെട്ടിപ്പൊളിക്കുന്നു പറഞ്ഞ അവര് മയക്കുവെടി വെച്ചിട്ടല്ലേ വെട്ടിപ്പൊളിക്കുന്നത്. അപ്പൊ നീ ഒന്നും അറിയുന്നില്ലല്ലോ. മയക്കുവെടിയാ? ഞാനെന്താ അരിക്കൊമ്പനാ? എടാ, മയക്കുവടിയല്ലെന്ന്, അനിസ്തേഷ്യ. എന്തായാലും ഞാൻ ഓപ്പറേഷൻ സമ്മതിക്കൂല. എടാ, നീ അവിടെ ഇരുന്ന് കഴിക്കടാ. വേണ്ട, എന്റെ ഫ്ലോ പോയി. അയ്യോ, തലച്ചോറിന്റെ കൂടെ ഫ്ലോയും പോയോ? അയ്യോ, മരുതകം. എന്ത് ചെയ്യൂന്ന് പറ. നീ ഇത് എവിടേക്കാ പുണ്ണി കൊണ്ടുപോണത്? നീ ഇങ്ങോട്ട് വന്നേ. നീ എന്നെ കളയാൻ കൊണ്ടുപോവാണ്. നീ എന്നെ പിടിച്ചു വലിച്ചു കൂടെ കൊണ്ടുവന്നിട്ട് മാവിന്റെ മുകളിലേക്ക് നോക്കിക്കണത് ഒക്കെ ഉണ്ട്. അതിന് മാവ് പൂക്കാറായിട്ടില്ല. മാവ് പൂക്കാനല്ലടാ കാത്തിരിക്കണേ. പിന്നെ പലക. ഇത് മാവിന്റെ പലക കൊള്ളൂലട്ടോ, വളഞ്ഞു പോവും. പലകയ്ക്കുമല്ല, ആ തൊഴുത്തിന്റെ കഴുക്കോലിന് വേണ്ടിയായിരിക്കും അല്ലേ? അതിനാണെങ്കിൽ ഇത് കൊള്ളൂല. ഇതിനൊക്കെയാണെങ്കിൽ വല്ല ആഞ്ഞിലി, മഹാഗണി, അതൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഇത് ചുമ്മാ കത്തിച്ച് കളയാനേ പറ്റുള്ളൂ. ഉത്തമ, കത്തിക്കാൻ തന്നെയാണ്. ഇവിടെ ഗ്യാസ് ഉണ്ടല്ലോ, പിന്നെ ഇതിനെ വിറക് കീറണത്. അതല്ലടാ, നിന്നെ കത്തിക്കാൻ തന്നെയാ. എന്നെ കത്തിക്കാനാ? എന്ത് കാര്യത്തിന്? അതെ, ഓപ്പറേഷൻ കഴിഞ്ഞാലും നിന്റെ കാര്യത്തിലൊരു വിജയസാധ്യത ഇല്ല എന്നാണ് സാറാമ്മയുടെ അമ്മാവനൊക്കെ പറഞ്ഞത്.
അപ്പൊ പിന്നെ ഇപ്പോഴേ മരം സെലക്ട് ചെയ്ത് വെച്ചാലേ അത് നേരത്തെ മുറിച്ചു വെക്കാലോ. എടാ പച്ചക്ക് നിൽക്കണ എന്നെ പച്ചവറയിട്ട് കത്തിക്കാൻ നോക്കണം നീ. എന്റെ ഉത്തമ, ലോകത്ത് ആർക്കും അങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടാവുക? ഭയങ്കര ഭാഗ്യമാണ്. ആ. ജീവനോട് ഇരിക്കുമ്പോ തന്നെ എന്നെ കത്തിക്കാനുള്ള വിറക് ഞാൻ സെലക്ട് ചെയ്യുക. ഭയങ്കര ഭാഗ്യവും. അതന്നെയാ പറഞ്ഞത്. അതെ, നീ അങ്ങോട്ട് നോക്കിയേ. നീ ആ കൊമ്പിൽ ഏതാ വേണ്ടെന്നൊന്ന് സെലക്ട് ചെയ്താൽ മതി. തെക്കോട്ട് ഇക്കണ കൊമ്പ് കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്. അതാകുമ്പോ നിനക്ക് നല്ല നെയ്യുള്ളോണ്ടേ ഒന്ന് പറഞ്ഞിട്ട് കത്തും. അത് വേണോ? നീ ഒന്ന് പോയാ പുണ്ണി മനുഷ്യനെ അത് പിടിപ്പിക്കാതെ. എന്റെ ഉത്തമ, ഇത് ഇന്ന് തന്നെ സെലക്ട് ചെയ്യണം. ഇന്നിട്ട് ആ മരം മുറിക്കണം, പുഷ്പനെ വിളിപ്പിക്കണം. ഇപ്പോഴാകുമ്പോ കൈസായത്തിന് നീ ഉണ്ടാവും. പിന്നെ ഒറ്റയ്ക്ക് എനിക്ക് ഓടിയെടുക്കാൻ പറ്റില്ല കേട്ടോ. അത് കൊള്ളാട്ടാ. എന്നെ കത്തിക്കാൻ വിറക് മുറിക്കാൻ എന്റെ കൈ സഹായം. അപ്പുണ്ണി നീ എന്നെ പേടിപ്പിച്ച് കൊല്ലാൻ നോക്കല്ലേ. നീ ഇതിന്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കി. നീ കുറഞ്ഞ ദിവസമുള്ളൂ. നീ ഒന്ന് ചൂണ്ടി കാണിച്ചാൽ മതി, ഞാൻ സെലക്ട് ചെയ്യാം. എടാ നീ ഇത് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നത് വേറെ എന്തൊക്കെ കാര്യമുണ്ട് പറയാൻ? ഇനി വേറൊരു കാര്യം പറയാനുണ്ട്. നീ ഇപ്പൊ അടിയന്തരം വരുമ്പോഴേ, എന്ത് അടിയന്തരം വേണ്ടേ? അടിയന്തരത്തിന് സാധാരണ ഇവിടെ പച്ചക്കറിയാണ് കൊടുക്കാറ്. നീ നിനക്ക് നോണ് കൊടുക്കണം, അതായത് ബീഫോ ചിക്കനോ മട്ടനൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും പറയണം. ഒക്കെ അങ്ങനെയാണ് നാളെ തന്നെ പോയി മാർക്കറ്റിൽ പോയി ഏൽപ്പിക്കണം. ഗോതമ്പ് കൊടുക്ക എല്ലാവർക്കും. ഗോതമ്പോ വെറുതെ വെതറിട്ട് കൊടുത്താൽ മതി, വന്ന് തിന്നിട്ട് പൊക്കോളും. എന്റെ ഉത്തമ, നിന്റെ വർത്താനം കേട്ടോ ഞങ്ങൾ ആരാണ് മരിക്കാൻ കിടക്കണം തോന്നില്ലോ. ഇത് നിനക്ക് വേണ്ടിയാ ഞങ്ങളൊക്കെ ഉത്സാഹിക്കണത്, അറിയോ? നിനക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല കേട്ടോ അതിനകത്ത്. എന്ത് വർത്താനാണ്? ഞാൻ ചാവാത്താണ് നിന്റെ പ്രശ്നം. അപ്പൊ നീ ചാവല്ലോ, അതിന് മുമ്പ് കാര്യങ്ങളൊക്കെ നേരെയാക്കി വെക്കണ്ട അവിടെ. ആ സമയത്ത് ഓടി നടക്കാൻ പറ്റുമോ? ആ പുണ്ണി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പേടിച്ച് അങ്ങ് അറ്റം നിൽക്കോട്ടെ. ഇവിടെ അറ്റാക്ക് ഒന്നും കൂടി ആവും ഞാൻ. എന്തോടാ രണ്ടുകൂടെ മാവിന്റെ വീട്ടില് എന്നിവൻ വലിച്ചോണ്ട് വന്ന ഇങ്ങോട്ട്. അമ്മാവിന്റെ കാര്യം അറിയാമോ? എന്താണ്? അവിടെ കിടന്ന് ഉറങ്ങി എന്നെ പിടിച്ചു വലിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവൻ എന്നോട് പറയുവാ, ഈ മാവിന്റെ കൊമ്പൊക്കെ നീ സെലക്ട് ചെയ്ത് നീ ചത്ത് കഴിയുമ്പോൾ നിന്നെ കത്തിക്കാനാന്ന്. കണ്ടോടാ, നേരാതോടാ. അങ്ങനെ പറയാൻ കൊള്ളാവല്ലോട്. ഒന്നാമത് അസുഖമായിട്ടിരിക്കുന്ന ഒരാളിരിക്കടാ. അച്ഛാ, അവന്റെ ഓപ്പറേഷനിൽ വിജയസാധ്യത കുറവാന്ന് സാറാമ്മയോടും അമ്മാവനും പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മളൊന്ന് കരുതി വെക്കണ്ട അച്ഛാ, അതിനു വേണ്ടി പറഞ്ഞാ ഞാൻ. പിന്നെ അവൻ മരിച്ചു കിടക്കുമ്പോ അച്ഛൻ വന്ന് പറയും, അപ്പുണ്യെ പോയിട്ട് മാവ് കെട്ട്, പോയിട്ട് പാത്രം ഏൽപ്പിക്ക്. അപ്പോഴൊക്കെ തിരക്കാവും, അതുകൊണ്ടാണ്. ഇത് തന്നെ ഞാൻ പറഞ്ഞത്. ഇവൻ എന്നെ വിളിച്ചോണ്ടിട്ട് ഓപ്പറേഷൻ ചെയ്താൽ നീ രക്ഷപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചില്ലെങ്കിലും എന്നെ ആദ്യം കയറ്റി കൊല്ലാതിരിക്കാൻ പാടില്ല ഇവന്. എന്റെ മക്കൾ പേടിക്കണ്ട. നിനക്ക് ഒന്നും ഉണ്ടാവത്തില്ലെന്ന്. തടെ ഓപ്പറേഷനൊക്കെ നല്ല സക്സസ് ആയിരിക്കും. ഇങ്ങനെ നോക്ക്, ഇതിനകത്ത് നല്ല പുതിയ തലച്ചോറൊക്കെ വെച്ചേ നല്ല ബുദ്ധിയുള്ള പുതിയൊരു പയ്യനായിട്ട് എന്റെ മക്കൾ തിരിച്ചു വരും. എന്റെ മക്കൾ പേടിക്കണ്ട. കേട്ടില്ലടാ, ഇങ്ങനെയാണ് വിവേകമുള്ളവരെ ആശ്വസിപ്പിക്കണത്. പുണ്ണി, എടാ ഇങ്ങനെ അവനോട് പറയാൻ കൊള്ളാവോ? എടാ കുറച്ചൊക്കെ വകതിരിവ് വേണം. അവിടെ വകതിരിവില്ലാത്ത അവനാണ്. അച്ഛൻ ചെല്ല്. ഹലോ, മുനിയപ്പ, நான் உங்ககிட்ட சொல்லிஇல்லையா? പൈസ ഞാൻ തരും, കണ്ടിപ്പാ തരും. മേടിച്ച കറക്റ്റ് സമയത്ത് കൊടുക്കണമെന്നൊക്കെ അറിയാം. പക്ഷെ ഇപ്പൊ ഞാൻ കേരളത്തിലാണ്. ഇവിടെ ബിസിനസ് പെരിച്ച് ഡള്ളായിട്ട് നിൽക്കേ. നീ ഇത് പിന്നെ ഇത് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നേ. കട്ടി ഫോൺ കട്ടി. ഇത് എന്തൊരു കഷ്ടം. ഇത് കഷ്ടപ്പെട്ട് കടം മേടിക്കുകയും ചെയ്യണം, പിന്നെ തിരിച്ചു കൊടുക്കണം. എന്താ മാമ ഭയങ്കര ടെൻഷൻ ആയിരിക്കുന്നത്? എങ്ങനെ ടെൻഷൻ ആവാതിരിക്കും? ആ മുനിയപ്പഴ വിളിച്ചത്. ഞങ്ങൾ കാശ് കൊടുക്കാനും പറഞ്ഞു. ഈ അസുഖത്തിന്റെ പേരും പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് കുറച്ച് കാശടിച്ചു മാറ്റി കടമൊക്കെ തീർക്കാൻ ഓർത്തതാ. അപ്പോഴാണ് ഒരു ന്യൂറോ സർജനെ പൊക്കിക്കൊണ്ട് പങ്കിയമ്മാവന് സാറാമ്മ വന്നേക്കണത്. ഇതാരീ ഡോക്ടർ പശുപതി? കേരളാവിലെ പെരിയ ഡോക്ടർ ആയിരിക്കും. എന്തായാലും അപ്പുണ്ണിയണ്ണന് നല്ല പരിചയമുള്ള ആരോവാണിത്. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അപ്പുണ്ണിയണ്ണനും പശുവുണ്ട്, ഡോക്ടർക്കും പശുവുണ്ട്. ഡോക്ടർക്ക് പശുവാ? ഡോക്ടർ പശുപതി എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ പശു ഇരിക്കില്ലേ? കറക്റ്റ് താനേ. എന്നാ മാമാ, തല പൊളിക്കല്ലേ? ഓപ്പറേഷൻ ചെയ്യാനുള്ള തലയല്ലേ? എടി നീയും അത് ഫിക്സ് ചെയ്ത് വെച്ചേക്കണം. നീ എങ്ങനെയും പറഞ്ഞത് മുടക്കാൻ നോക്ക്. വാ. എങ്ങനെയുണ്ട് ഉത്തമൻ? എല്ലാം ഓക്കെ അല്ലേ? അല്ല, എല്ലാം ഓക്കെ എന്ന് ചോദിച്ചാൽ അത് എന്തുദ്ദേശിച്ചാന്ന് മനസ്സിലായില്ല. അല്ല, നമ്മളിപ്പോ ഒരു ബ്രെയിൻ സർജറി ചെയ്യാൻ പോവല്ലേ, അപ്പൊ മാനസികമായിട്ട് പ്രിപ്പയർഡ് ആയോ എന്നറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. ഞാനെന്ത് പ്രിപ്പയർഡ് ആവാനാ? നിങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങൾ ചെയ്യണം. അപ്പൊ നിങ്ങൾ പ്രിപ്പയർഡ് ആവും. മാഡം, ഉത്തമേട്ടന്റെ ഓപ്പറേഷൻ എന്നത്തേക്കായിരിക്കും? അതിപ്പോ ഡോക്ടർ പശുപതിയുടെ ഡേറ്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് വേണം നമുക്കൊരു ഡേറ്റ് ഫിക്സ് ചെയ്യാം. എന്നാ പിന്നെ നമുക്ക് ഓപ്പറേഷൻ കുറച്ചങ്ങ് നീക്കാം. ഒരു കർക്കിടകത്തിൽ ചെയ്താലോ? മിസ്റ്റർ ഉത്തമൻ, നമ്മൾ ഈ ചേന നടുന്ന കാര്യം അല്ല പറയുന്നത്.
ഈ തല ഇങ്ങനെ വെട്ടിപ്പൊളിച്ച് അതിനകത്തുനിന്ന് ബ്രെയിൻ പുറത്തെടുത്ത് ആവശ്യമില്ലാത്ത ഭാഗം ഇങ്ങനെ മുറിച്ച് കളഞ്ഞിട്ട് തിരിച്ചതെല്ലാം അവിടെ പെറുക്കി തലയ്ക്കകത്ത് വെച്ച് തുന്നി കൂട്ടി വെക്കുന്ന വളരെ വലിയൊരു സർജറിയാണ്. മാഡം ഓപ്പറേഷൻ വേണ്ട. അപ്പൊ ഇയാൾ തട്ടിക്കൊട്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? അങ്ങനെയല്ല, പിന്നെ വേറെ എന്തെങ്കിലും മാറും. ഈ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു 50-50 പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ തല വെട്ടിപ്പൊളിക്കുന്നതാണ് അതിന്റെ ഒരു ശരി അല്ലേ? അല്ല, എന്നാൽ ഈ ഓപ്പറേഷൻ ചെയ്യണമെന്നൊന്നും ഞാൻ എതിരല്ല. ഇപ്പൊ ഞാൻ നിങ്ങളെക്കാളും മൂത്തായോണ്ട് എന്റെ ഈ പ്രവൃത്തി പരിചയം കൊണ്ട് പറയുക, എന്റെ ഈ കുഞ്ഞു ജീവന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് കാശ് ചെലവാക്കുക, അതിന്റെ പേരിൽ തറവാട് വെക്കുക. ഞാൻ ഈ ഒരാളല്ലേ, അതങ്ങ് പോയാൽ പോട്ടെന്ന് വെച്ചാൽ പോരെ. ഞങ്ങൾ ഈ കാര്യം സംസാരിക്കാനാണ് ഇപ്പോ ഇങ്ങോട്ട് വന്നത്. തറവാട് വിൽക്കാൻ പോകണം. അതല്ല ഷാഹിന, ഒരു ഫോട്ടോ എടുക്കട്ടെ. നീ വാ. ഹലോ ഫാമിലി ഫോട്ടോ അല്ല, ഇങ്ങോട്ടൊന്ന് മാറി. എന്താണത്? സിംഗിളാ. നിനക്ക് സ്റ്റാറ്റസ് ഇടാനാണോ? ആ, അത് കൊള്ളാല്ലേ, സ്റ്റാറ്റസ് ഇടാം. അതും ഇടാം. അന്നെടുത്തു. അല്ല ഇങ്ങനല്ല, കുറച്ച് കുഞ്ഞിക്കോ. നീ ഫോണ് നോക്കിയാ പോരെ. അയ്യ അത് പറ്റത്തില്ല, കുറച്ച് വയ്യാത്ത പോലെ. അങ്ങനെ നിന്നാണ്. അങ്ങനെ നിന്നാലും മതി. പെർഫെക്റ്റ്, അടിപൊളി. ഇതെന്തിനാണ് ഡോക്ടർ കഴിച്ചു കൊടുക്കാന്? അല്ലല്ല, നേരത്തെ പറഞ്ഞില്ലേ ചികിത്സയൊക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കുടുംബം വിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയെ കുറിച്ച്. അല്ല, അങ്ങനെ വരത്തില്ല. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോ എടുത്ത് നമ്മൾ കവലെ കൊണ്ടുവന്നൊരു ഫ്ലെക്സ് വെക്കും. എന്ത് ഫ്ലെക്സ്? കാരുണ്യം തേടി ഉത്തമൻ. ഉത്തമന്റെ തലച്ചോറ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടി ഉദാരമായിട്ട് സംഭാവന ചെയ്യുക. അയ്യേ, അതിനുവേണ്ടിയാണ് ഫോട്ടോ എടുത്തത്. അത് ശരിയാവില്ല, എന്റെ ഫോട്ടോ വെച്ച് ഫ്ലെക്സ് ഒന്നും വെക്കാൻ പറ്റില്ല. പിന്നെ എന്റെ ഫോട്ടോ വെക്കാൻ പറ്റുമോ? അത് വെച്ചോ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഫോട്ടോ വെച്ചിട്ട് ഫ്ലെക്സ് അടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് പുറത്തിറങ്ങി നടക്കണ്ട. ഉത്തമ പറയുന്നൊന്നും മനസ്സിലാക്ക്. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ഉത്തമ പറയുന്നൊന്നും മനസ്സിലാക്ക്. ഇങ്ങനത്തെ ഒരു ഫോട്ടോയും ഇത്തരം കാര്യങ്ങളും ഒക്കെ പറഞ്ഞൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഫ്ലെക്സ് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ചികിത്സയ്ക്കുള്ള പണം കുമിഞ്ഞുകൂടും. കുമിഞ്ഞുകൂടി? എന്നാ ഇത്ര കുമിഞ്ഞുകൂടും? എനിക്കൊക്കെ വേണ്ട. ബ്രെയിൻ സർജറി അല്ലേ, കോടിക്കണക്കിന് പൈസ കിട്ടും. എന്നാ പിന്നെ അക്കൗണ്ട് നമ്പർ എന്റെ വെക്കൂ. അത് നടക്കില്ല. നമ്മളിതൊരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലാണ് അക്കൗണ്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ സർജറി നടന്ന് നാളെ ഉത്തമൻ എങ്ങാനും തട്ടിപ്പോയാൽ, തട്ടിപ്പോവില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, തട്ടിപ്പോവില്ല. ഞാൻ പറഞ്ഞു വന്നത് വെച്ച് കഴിഞ്ഞാല് ഈ പൈസയൊക്കെ ഉത്തമന്റെ അക്കൗണ്ടിലേക്ക് വന്നാലേ പിന്നെ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ആകെ പടൊരു വള്ളിക്കെട്ടാവും. ഇതിപ്പോ ഉത്തമന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ തുക എടുത്തിട്ട് ബാക്കി വരുന്ന തുക നമ്മൾ ഇവിടുത്തെ ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കും. അല്ല, ഈ ചാരിറ്റി എന്ന് പറയുമ്പോഴേ ഇത് തമിഴ്നാട്ടിലുള്ള കുറച്ച് പേർക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു മുനിയപ്പ, ഒരു ദണ്ഡപാണി, ഒരു മുത്തു, അങ്ങനെ പാവങ്ങളാ, കഷ്ടപ്പാടുള്ളവരാ. അല്ല, അത് നടക്കില്ല. നമ്മൾ ഇവിടെ തന്നെ ഇഷ്ടംപോലെ കഷ്ടപ്പാടുള്ള ആൾക്കാരുണ്ട്. അത് നടക്കില്ല. മുനിയപ്പയുടെ ഇടപാട് നടക്കൂലട്ടോ. അപ്പൊ പ്രിപ്പയർ ആയിരിക്കും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഒളിമ്പിക്സിന് പോവുകയാണല്ലോ. അയ്യോ അതല്ല, നമുക്ക് തല വെട്ടി പൊളിക്കണ്ടേ. നിർത്ത്, ഓപ്പറേഷൻ അത് മതി. ഓപ്പറേഷൻ എങ്കിൽ ഓപ്പറേഷൻ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ആയിക്കോട്ടെ. ഞാൻ ഫോട്ടോ ഇപ്പൊ തന്നെ എനിക്ക് സെൻഡ് ചെയ്യണേ. ഫ്ലെക്സ് ഇപ്പൊ തന്നെ അടിക്കാൻ പോണം. അത് മതി. അതെ, ഇവര് ശരിക്കും എന്റെ തല വെട്ടിപ്പൊളിക്കുന്നു തോന്നണത്. കണ്ടിപ്പാ. അങ്ങനെ പറയല്ലേ, അങ്ങനെ നടക്കില്ലെന്ന് പറ. ഞാൻ അങ്ങനെ പറഞ്ഞാലും അവർ ഉറപ്പായിട്ടും തല വെട്ടിപ്പൊളിക്കും. അയ്യോ, അവൾ അപ്പോഴേ പറഞ്ഞാൽ അത് വർക്കൗട്ട് ആവില്ല എന്ന്. അപ്പോൾ ഇട്ടാൽ മതിയായിരുന്നു. എനിക്ക് ചുറ്റും ഇപ്പം എന്തൊക്കെയാണ് നടക്കണത്? ഈ ഓപ്പറേഷൻ ചെയ്ത് ചിലപ്പോൾ ചത്തുപോകുമെന്ന് പറഞ്ഞാൽ ചിലവരെ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. നല്ല കുറേ നാൾ കിടക്കും. ഒരാവശ്യമില്ലാത്ത ടെൻഷൻ മാറിച്ചിട്ട് ചോറ് തിന്നാന്ന് വെച്ചാൽ ഇപ്പം തന്നെ 3 പ്രാവശ്യം നിന്ന്. ഇനിയിപ്പോൾ അവർ തരികയല്ലോ. എങ്ങോട്ടെങ്കിലും ഓടിക്കളയാന്ന് വെച്ചാൽ അതും. ഓപ്പറേഷൻ ചെയ്ത് ഒന്നല്ലേ ജീവിക്കും, അല്ല ചത്തുപോകും. ഇതല്ലെങ്കിൽ വർഷങ്ങളോളം കിടക്കുമെന്ന് പറയണത്. അയ്യോ, എന്താ ഇതിപ്പോ എവിടെ നിന്ന്? എന്തുത്തമാ? ഒന്നുമില്ല, ഞാൻ ഈ കാക്കയെ നോക്കി അങ്ങനെ ഇരിക്കുന്നു. അല്ലല്ല, പറക്കണ കാക്ക. അതിനെന്തിനു നീ ഇപ്പൊ നോക്കണേ? അതൊക്കെ സമയം പോലെ ഞങ്ങൾ വിളിച്ചു വരുത്തില്ലേ. ഒക്കെ മരണശേഷം വേണ്ടുള്ളേ. ക്രിയകളൊക്കെ കഴിഞ്ഞ് കൈയൊട്ടുമ്പോ അത് വന്നോളൂ. ഒന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. എന്താ ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, എനിക്കങ്ങനെ ഒരു പ്രശ്നമില്ല. അല്ല, പക്ഷെ അതല്ലേ നമ്മള് മരണം എന്ന് പറയണ ഒരു സംഭവം എന്ന് പറയണതിന് ഇന്ന കാരണം എന്നില്ല.
ഈ പറഞ്ഞതിനനുസരിച്ചിട്ടേ അപ്പൊ അതിന് തക്കതായിട്ടുള്ള ഒരു അസുഖം ഇപ്പൊ നമ്മൾ കണ്ടെത്തുകയും ചെയ്തു. അപ്പൊ അത് സത്യമാണ്, എപ്പോ വേണമെങ്കിലും സംഭവിക്കാലോ. അമ്മാവാ ആ ഒരു പൂജ ചെയ്ത് എങ്ങനെ ഉണ്ടാവും? അതിപ്പോഴല്ലോ, മരണശേഷമല്ല, അത് ഞങ്ങൾ ചെയ്യാം. കർമ്മം ചെയ്യണ കാര്യമല്ല, എന്റെ അസുഖം മാറാനായിട്ട് ഈ ഓപ്പറേഷൻ പോലെ ഒരു പൂജ ചെയ്താലാ? ഈ എന്ത് ഭ്രാന്ത ഈ പറയണേ ഉത്തമ? പൂജയൊക്കെ ചെയ്തിട്ട് ആരെങ്കിലും അസുഖം എവിടെയെങ്കിലും മാറിയിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ടോ? സിനിമയിലുണ്ടല്ലോ. സിനിമക്കാർക്ക് എന്താ ചെയ്യാൻ പറ്റാതെ നമ്മുടെ കയ്യിലെ കാശ് പിടിച്ച് നോക്കിയാന്നല്ലാതെ അതിലൊന്നും കാര്യമൊന്നുമില്ല. ഇതിപ്പോ മരണം എന്നുള്ളത് നമ്മൾ തീരുമാനമായിട്ടുണ്ടെങ്കിൽ അതിനോട് എടുക്കാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതെ, ഡോക്ടർ പറഞ്ഞത് ചിലപ്പോ രക്ഷപ്പെടുന്നല്ലോ പറഞ്ഞു. ചിലപ്പോഴല്ലേ, ഇതൊന്നും ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. അതേ, ഓപ്പറേഷൻ ഒന്ന് അങ്ങോട്ട് കഴിയട്ടെ, എന്നിട്ട് എന്താ സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാലോ. അല്ല രക്ഷപ്പെട്ടിട്ടല്ല, എന്നാലൊരു എന്തായാലും ചാവും. അപ്പൊ പിന്നെ അതിന് മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടൊരു പരീക്ഷണം, ഇത്രേ ഉള്ളൂ. ചിലപ്പോ ഈ കോമ സ്റ്റേജിലൊക്കെ അങ്ങനെയും കുറെ കാലം കിടക്കാൻ പറ്റുള്ളൂ, നമുക്ക് മരിക്കില്ല. അപ്പൊ നമുക്ക് കിടന്നോണ്ടാണെങ്കിൽ കുഴപ്പമില്ല. വെള്ളം ഇറക്കാൻ പറ്റില്ല, തുള്ളി വെള്ളം ഇറക്കാൻ പറ്റില്ല. അതൊക്കെ പൈപ്പ് വഴിയാ നമുക്ക് രുചിക്കാനോ ജീവിതം ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും കിടക്കാം, ഇങ്ങനെ ചാവാണ്ട് കിടക്കാലോ.